3-4 വർഷം കൂടി കിട്ടിയ ഒരു ആദ്യത്തെ പെൺകുഞ്ഞാണ്. ഞങ്ങളെ എല്ലാവരെയും പ്രാർത്ഥന കരികത്തമ്മേരെ പ്രാർത്ഥനയിൽ സന്തോഷത്തിൽ കിട്ടിയതാണ്. ഞങ്ങൾക്ക് നമ്മളെ കുടുംബത്തേക്ക് കിട്ടിയ ഒരു മോളാണ്. അത് സ്ഥിരമായിട്ട് വരും. ഞാൻ എല്ലാ മാസവും മിക്കവാറും എല്ലാ മാസവും ഞാൻ വരും. കരിക്കത്തമ്മയുടെ നടയിലിതാ ഇവിടെ ബാലചാമുണ്ടി നടയിലാണ് ഞാൻ ഈ കുടുംബത്തെ കണ്ടത്. അമ്മ വളരെ സന്തോഷവതിയാണ്. മോള് കരഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് നല്ലൊരു സുന്ദരി വാവയെ കിട്ടിയെന്നാണ് അമ്മ പറയുന്നത്. ബാലചാമുണ്ടി അതെ ഞങ്ങൾക്ക് 3-4 വർഷം കൂടി കിട്ടിയ ഒരു ആദ്യത്തെ പെൺകുഞ്ഞാണ്. ഞങ്ങളെ എല്ലാവരെയും പ്രാർത്ഥന കരികത്തമ്മേരെ പ്രാർത്ഥനയിൽ സന്തോഷത്തിൽ കിട്ടിയതാണ്. ഞങ്ങൾക്ക് നമ്മളെ കുടുംബത്തേക്ക് കിട്ടിയ ഒരു മോളാണ്. അത് സ്ഥിരമായിട്ട് വരും. ഞാൻ എല്ലാ മാസവും മിക്കവാറും എല്ലാ മാസവും ഞാൻ വരും. അമ്മയെ വന്ന് പ്രാർത്ഥിക്കും. ഇവരെ വന്ന് തൊഴിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ ദുബൈയിലാണ്. ദുബൈയിൽ നിന്ന് നാട്ടിൽ വന്നതാണ്. ഞങ്ങളിത് കുഞ്ഞൂണ് നടത്തി, തുലാഭാരവും നടത്തി. മിയാൻവി. എന്താണ് വിശേഷം? എന്താ വിശേഷം? എന്ത് പറയുന്നു? സന്തോഷം. ഇവിടെ പ്രാർത്ഥിച്ച് നമുക്കൊരു പെൺകുട്ടി കിട്ടി, വളരെ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ നട തുറക്കാനായിട്ടാണ് ഇന്ന് വന്നത്. പക്ഷേ ഈ ഉത്സവം ആയതുകൊണ്ട് നട തുറക്കാൻ പറ്റിയില്ല. ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരണം, നട തുറക്കണം, അമ്മയെ കണ്ട് തൊഴണം. ലീവ് ഇനി 15 ദിവസം കൂടി ഉള്ളു ലീവ്. 15 കൂടി വരും. ഞാൻ കൊല്ലം കൊട്ടരക്കര. കരിക്കത്തമ്മ എനിക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ വന്ന് ഇവിടെ സ്ഥിരം വന്ന് നേരത്തെ നല്ല നടത്തുമായിരുന്നു എല്ലാ മാസവും. മോളാവാനും എനിക്ക് ജോലി ആവാനും എല്ലാം എല്ലായി. എന്ത് പറഞ്ഞാലും വിളിയേക്കണ ഒരു അമ്മയാണ് കരിക്കത്തമ്മ. എനിക്ക് എന്ത് ആഗ്രഹം സാധിച്ചു തരും എൻ്റെ അമ്മ. ഇതുപോലെ ഒരു കുടുംബത്തെ അല്ല, നമുക്കിവിടെ ഒരുപാട് കുടുംബങ്ങളെ കാണാൻ സാധിക്കും. ഈ ഭക്തരുടെ അനുഭവങ്ങൾ മാത്രമല്ല, ഈ സംസാരിക്കുന്ന എനിക്കും ഒരുപാട് അനുഭവങ്ങൾ അമ്മ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അത്രമാത്രം ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു അമ്മയാണ്, ഈ ദേശം കാക്കുന്ന അമ്മയാണ് കരിക്കകത്തമ്മ. പ്രത്യേകിച്ച് ഉത്സവകാലം എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ശക്തി കൂടും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. എന്തായാലും വളരെ സന്തോഷം സംസാരിച്ചതിൽ. വിജയൻ പറഞ്ഞതുപോലെ എല്ലാം നേടി എന്ന് പറഞ്ഞു. ആ ഒരു അനുഗ്രഹം എപ്പോഴും അമ്മയുടെ നടയിൽ നിന്ന് തന്നെ പറയുന്ന അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ ഇരിക്കാൻ മോളെ ദേവി അനുഗ്രഹിക്കട്ടെ. കരിക്കകത്തമ്മയ്ക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പലപ്പോഴും ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. കരിക്കകത്തമ്മയെ കാണാൻ എത്തുന്നവരിൽ ധാരാളം കുട്ടികളുമായി വരുന്ന അച്ഛനമ്മമാരുണ്ട്. അതിൽ ചെറിയ കുട്ടികളുണ്ട്, കുറച്ചുകൂടി പ്രായമുള്ള 10-12 വയസ്സിനകത്തൊക്കെയുള്ള കുഞ്ഞു പെൺകുട്ടികളുണ്ട്, അതുപോലെ യുവതികളായ പെൺകുട്ടികൾ. എല്ലാവരുടെയും ഈ പെൺകുട്ടികളുടെയൊക്കെ ഒരു ആശ്രയമാണ് കരിക്കകത്തമ്മ. കരിക്കകത്തുള്ള ബാലചാമുണ്ടി നടയിലെ അവിടെയാണ് ശരിക്കും ബാലികമാർ എത്തുന്നതും. അതുപോലെ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്ന അച്ഛനമ്മമാർ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്ന സമയത്ത് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ അത് കഴിഞ്ഞ് വന്ന അമ്മയെ കാണുന്ന ദൃശ്യങ്ങൾ ധാരാളം നമുക്ക് കരിക്കകത്തെ നടയിൽ കാണാൻ സാധിക്കും. ഇത് ഒരു തീരെ ചെറിയ കുഞ്ഞായതുകൊണ്ട്, ഒരു 6 മാസത്തിനൊക്കെ താഴെയുള്ള കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കൗതുകം തോന്നിയിട്ടാണ് ഈ ദൃശ്യങ്ങൾ എടുത്തത്. ഇത് കൂടാതെ ഒരുപാട് കുഞ്ഞുങ്ങൾ നടയിൽ, ഒരമ്മ പറയുന്നുണ്ടായിരുന്നു, ജനിച്ച് ഇത്രയും വയസ്സായി 11 വയസ്സായ ഒരു കുഞ്ഞിനെയും ഇന്ന് നടയിൽ ഇതുപോലെ തുലാഭാരത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏതു പ്രായത്തിലും അമ്മയുടെ മുന്നിൽ വന്ന് തൊഴുന്ന ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ബാലചാമുണ്ടി അമ്മ എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പെൺകുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഇത്. എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന അമ്മയാണെങ്കിൽ പോലും പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളോടൊരു വാത്സല്യം തുളുമ്പുന്ന അമ്മയാണ് ബാലചാമുണ്ടി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.